ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ കൊല്ലം MLA മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ്. മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും പോലീസ് സെഷൻസ് കോടതിയെ അറിയിച്ചു. മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ കൊല്ലം MLAയും നടനുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പോലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം വേണം. അതിനാൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുത്. മുകേഷിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും പോലീസ് സെഷൻസ് കോടതി അറിയിച്ചു. എന്നാൽ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് മുകേഷ് വാദിച്ചത്. പരാതിക്കാരിക്കെതിരായ തെളിവുകൾ മുദ്രവെച്ച കവറിൽ മുകേഷ് കോടതിക്ക് കൈമാറി. ദൃശ്യമാധ്യമങ്ങളിലെ നടിയുടെ വെളിപ്പെടുത്തൽ സഹിതമുള്ള തെളിവുകളാണ് കൈമാറിയത്. രേഖകൾ കോടതി പരിശോധിച്ചെന്നും നാളെയും വാദം തുടരുമെന്നും മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. വാദം കേട്ടു. ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സീൽ കവറിൽ കൊടുത്ത രേഖകൾ കോടതി കണ്ടു. നിങ്ങളുടെ ചില ബൈറ്റുകൾ പോലും കോടതിയിൽ പരിശോധിച്ചു. മുകേഷിനൊപ്പം മണിയൻപിള്ള രാജു, അഭിഭാഷക കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. ലൈംഗിക പീഡന കേസിൽ ഇടവേള ബാബു നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും നാളെ സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരും. ജനം, കൊച്ചി.